ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്മിനന്ദന BA ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടി കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഗുരുവായൂരേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും തന്നെ രാവിലെ നമ്മുടെ കാറിൽ നമ്മൾ 4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഏകദേശം കൊല്ലം എത്തിയിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാരണം നമുക്ക് ഓച്ചിറ ക്ഷേത്രത്തിലേക്ക് കയറണം. അപ്പോൾ ഞങ്ങൾ പാലത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ ഒക്കെയാണ് ഗായ്സ്, രണ്ട് സൈഡും അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഗുരുവായൂരേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഗായ്സ് ഗുരുവായൂർ പോകുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഓച്ചിറ ടെമ്പിളിൽ ഇറങ്ങാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം കൊല്ലം എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓച്ചിറ എത്തിയിട്ടുണ്ട്. ഓച്ചിറ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി, നമുക്ക് ഇവിടെ കയറുമ്പോൾ കാളയൊക്കെ കാണാൻ പറ്റും. കാളയുടെ മുകളിൽ തന്നെ കുറച്ച് ഹാരമൊക്കെ വെച്ചിട്ട് ദൈവത്തിൻ്റെ ഒരു സംഭവമൊക്കെ വെച്ച് നമുക്കതൊക്കെ കാണാൻ പറ്റും. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയത്തില്ല ഗായ്സ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുകയാണ് ഗായ്സ്. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാറിരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മയോടും അച്ഛനോടൊക്കെ നോക്കാൻ പറയുന്നുണ്ട്. ഗായ്സ്, ഞങ്ങൾ ഓച്ചിറ ടെമ്പിളിലെത്തി. ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. അടിപൊളി, എന്താ ഗായ്സ്, നല്ല സമാധാനപരമായ ഒരു സ്ഥലമെന്ന് പറയാം. പക്ഷേ ഗായ്സ്, ഇവിടെ ഒരുപാട് നമുക്ക് ഭിക്ഷക്കാരെയൊക്കെ കാണാം. നമ്മൾ ഒരുപാട് മക്കളുകൾ കൊണ്ട് കളഞ്ഞിട്ടുള്ള ഒരുപാട് അമ്മയും അച്ഛന്മാരെയും നമുക്ക് കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ വിഷമവും ഗായ്സ്. ഒരുപാട് പേരുണ്ട് ഗായ്സ്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പലരും ഉണ്ട്. അച്ഛൻ ഇതിൽ ഒരാൾക്ക് പൈസ കൊടുത്ത് ആ ആൻറ്റി തിരിച്ച് താങ്ക് യു സാർ എന്നൊക്കെയാണ് പറയുന്നത്. ആ രീതിക്ക് അത്രയ്ക്ക് ഫ്ലുവൻ്റ് ആയിട്ട് താങ്ക് യു സാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും വെൽ എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചിനി മണ്ണാർശാലയിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം മണ്ണാർശാലയിൽ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മണ്ണാർശാലയുടെ അകത്തേക്ക്, മണ്ണാർശാല ടെമ്പിളിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറുകയാണ്. അപ്പോൾ അകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല ഗായ്സ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ മണ്ണാർശാലയിൽ കയറി തൊഴുതു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഗായ്സ് അടിപൊളി ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു ഗായ്സ്. അടിപൊളിയായിരുന്നു, നല്ല വലിയ അടിപൊളി, എന്താ പൊന്നു ഗായ്സ്, അടിപൊളി, നല്ല മധുരവും, എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗായ്സ് അവിടുത്തെ ഉണ്ണിയപ്പം. അങ്ങനെ ആ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ആലപ്പുഴ വഴി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ എറണാകുളത്തേക്ക് പോകുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇപ്പോൾ എറണാകുളം എത്തിയിട്ടുണ്ട്. നമ്മൾ എറണാകുളത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വീണ്ടും നമ്മൾ ഒരു പാലത്തിൽ കയറി. ഗായ്സ്, നമ്മൾ പോകുന്ന വഴിക്ക് ഫുൾ റോഡിൻ്റെ വർക്ക്സാണ്, മെയിൻ്റെനൻസും പിന്നെ പാലം മറ്റേ ഓവർ ബ്രിഡ്ജ് കെട്ടുന്നതിൻ്റെ പരിപാടികളും ഒക്കെ ആയിട്ട് ഫുൾ റോഡൊക്കെ ബ്ലോക്കും, നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഗായ്സ് ഞങ്ങൾ പോകുന്ന വഴിക്ക്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ലുലു മാൾ ശ്രദ്ധിച്ചത്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു പ്ലേസ് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ എറണാകുളം എത്തിയപ്പോൾ ലുലു മാൾ കണ്ടത്. സോ ഞാനും മമ്മിയും വെച്ചത് നേരിതാ ലുലു മാളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിനി വേറെ റെസ്റ്റോറൻറ്റ് നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ടല്ലോ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി എറണാകുളം ലുലു മാളിനകത്തേക്ക് നമ്മൾ കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏത് ഫുഡ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇവിടുത്തെ 3rd ഫ്ലോറിൽ കിടന്ന് കറങ്ങുകയാണ്. 3rd or 4th ആണ് ഞങ്ങളിവിടെ കിടന്ന് കറങ്ങുകയാണ്. അപ്പോഴാണ് ഇവിടെ ഫണ്ടൂറ് കണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അവിടുത്തെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുകയാണ്. കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് ഗുരുവായൂരത്തെ ലേറ്റ് ആകുമെന്നുള്ളതുകൊണ്ട് അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. ദെൻ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി ഒരു വെജ് പുലാവും ഒരു ചപ്പാത്തിയും മേടിച്ചിട്ടുണ്ട്. ദെൻ അച്ഛൻ മസാല ദോശ മേടിച്ചിട്ടുണ്ട്. അച്ഛനത് മതി എന്ന് പറഞ്ഞു. സോ ഞങ്ങളിതൊക്കെ കഴിച്ചിരിക്കുകയാണ്. ദെൻ അതിനുശേഷം ഞങ്ങൾ 3 ഫലൂഡയും മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഫലൂഡയൊക്കെ കുടിച്ചു. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഗായ്സ്. ഞാൻ ഫലൂഡയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ് ഗായ്സ്.
അങ്ങനെ കുറേ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു. സോ ഞാനൊരു ഫലൂഡയിൽ എൻ്റെ ക്ഷീണം മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും കുറേ സമയം ഞങ്ങൾ ലുലുവിൽ നിന്ന് കറങ്ങുകയാണ്. ഞാൻ ഏറ്റവും മുകളിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ ഇനി സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യല്ലേ, അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടും കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ബിസ്ക്കറ്റും പിന്നെ അല്ലാതെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അതൊക്കെ എടുക്കുകയാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനായിട്ട് അമ്മ പോയിക്കുകയാണ്. അപ്പോൾ ഞാനും അച്ഛനും കൂടെ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പായി ഞങ്ങൾ അവിടെ നിന്ന് ലുലുവിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ നമ്മൾ പോകുന്നത് തിരുവൈരാണിക്കുളത്താണ്. അവിടെ തിരുവൈരാണിക്കുളം ടെമ്പിളിലേക്കാണ് ഞങ്ങളിനി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് 4:30 കഴിഞ്ഞിട്ടേ നട തുറക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. സോ അതിനുശേഷം ഞങ്ങൾ നേരെ തിരുവൈരാണിക്കുളത്തേക്ക് പോവുകയാണ്. നമ്മുടെ തിരുവൈരാണിക്കുളത്ത് അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട് ഗായ്സ്. വർഷത്തിൽ only 12 ദിവസമേ അവിടെ നട തുറക്കത്തുള്ളൂ എന്നല്ല, അവിടെ ഈ ദേവിയുടെ നട 12 ദിവസം മാത്രമേ തുറക്കത്തുള്ളൂ വർഷത്തിൽ. ബാക്കിയുള്ള നടയും തുറക്കും. അപ്പോൾ ഗായ്സ് ഇപ്പോൾ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഈ January 6th വരെ ആയിരുന്നു ഉത്സവം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അതിന് ശേഷമായിരിക്കണം ഗായ്സ്. അപ്പോൾ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ബാക്കി നടകളൊക്കെ എല്ലാ ദിവസവും തുറക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ദേവി പ്രതിഷ്ഠ മാത്രം വർഷത്തിൽ 12 ദിവസം മാത്രമേ തുറക്കത്തുള്ളൂ. അപ്പോൾ അവിടെയും അകത്ത് ഒരുപാട് ഫോട്ടോഗ്രാഫിയൊന്നും അലൗഡ് അല്ലായിരുന്നു. എന്നിട്ടും അമ്മ ഇവിടെയും മഞ്ഞൾ നിറപറ നിറയ്ക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു. അവിടെ ഉത്സവമൊക്കെ ആയിരുന്നു ഗായ്സ്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കുറേ ടൈം നിന്നു. ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ഓൺലൈൻ പാസ്സൊക്കെ വേണമായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ അവിടേക്ക് കയറി തൊഴുതു. ഞങ്ങൾ ഉത്സവമായതിനാൽ ഞാൻ അച്ഛനും അമ്മയും കൊണ്ട് നേരെ അവിടെ നടക്കുന്ന മേളയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അതാണല്ലോ നമ്മുടെയും. അങ്ങനെ അതൊക്കെ മേടിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഗുരുവായൂരേക്ക് പോവാണ്. അവിടെ ഒരുപാട് സ്വീറ്റ്സൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ അതൊക്കെ കണ്ട് നടക്കുകയാണ്. ഇതിനൊക്കെ ശേഷം ഞങ്ങൾ ഇനി നേരെ ഗുരുവായൂരേക്ക് പോവാണ്. ഇപ്പോൾ തന്നെ രാത്രി ഒരു 7-8 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോൾ നല്ല ലേറ്റ് ആവും. അങ്ങനെ നമ്മൾ നേരെ ഗുരുവായൂരേക്ക് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നേരെ അവിടേക്ക് പോവാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇപ്പോൾ ഗുരുവായൂരിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഗരുഡൻ്റെ സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതുവഴി അകത്തേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ നല്ല ലേറ്റായി ഒരു 10-11 മണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. സോ ഞങ്ങൾ അവിടെ വന്നിട്ട് പിന്നെ കിടന്ന് കറങ്ങേണ്ടി വന്നില്ല. നമ്മൾ സ്ഥിരം ഇവിടെ ബുക്ക് ചെയ്യുന്നത് എലൈറ്റ് ഹോട്ടലാണ്. അടിപൊളി സർവീസാണ്. റൂം സർവീസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. നമുക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നാറുണ്ട്. ഒരു 2 വട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം വരെ നമുക്ക് ഓക്കെയാണ്. അടിപൊളി പ്ലേസാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അച്ഛൻ അപ്പോൾ അവിടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. അവിടെ എന്തൊക്കെ സൈനൊക്കെ ചെയ്യാനുണ്ട്. ID പ്രൂഫൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങളുടെ മുകളിലെത്തി. അങ്ങനെ ഞാൻ കുറച്ച് വെളിയിലേക്ക് വന്നിട്ട് താഴത്തെ വ്യൂസൊക്കെ എടുക്കുകയാണ്. ഞങ്ങൾക്ക് ഫുഡ് അവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് താഴേക്ക് പോവുകയാണ്. അതിനുശേഷം എനിക്ക് നെക്സ്റ്റ് ഡേ തുലാഭാരം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാനും അമ്മയും കൂടി നമ്മൾ ഗുരുവായൂരേക്ക് പോയി. അപ്പോൾ രാത്രി നല്ല ലേറ്റ് ആയതിൽ നമുക്ക് പിന്നെ തൊഴുവാൻ പറ്റിയില്ല അന്ന്. സോ ഞാനും അമ്മയും കൂടി ഗുരുവായൂരേക്ക് പോയി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞ ശേഷം തിരിച്ചു വന്നു. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ നമ്മൾ ഗുരുവായൂർ പോയതും ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് നാളെ വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.